ഓ ഇത് മയില് ഉടായിപ്പാണ് എന്ന് എനിക്ക് ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടം സ്വിപ്പി ലൂഡോ തന്നെയാണ്. കാരണം ഒരു കാശും മുടക്കാതെ എനിക്ക് പെട്രോൾ അടിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഉള്ള പൈസ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഓണത്തിന് ഒന്ന് രണ്ട് നല്ല ഗെയിം കളിക്കണം വെച്ചിട്ട് കാശ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഗെയിം കളിക്കുന്നത്. അത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രിക്സുകൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഒത്തിരി കാശൊന്നും വെച്ച് കളിക്കരുത്. കാരണം ഗെയിമാണ്, എപ്പോഴും നമ്മൾ ജയിക്കണമെന്നില്ല. പിന്നെ ഏത് ഗെയിം ആയാലും നമ്മൾ അതിൻ്റെ ട്രിക്സുകൾ നമുക്കറിയാമെങ്കിൽ ജയിക്കാനുള്ള സാധ്യത ഒരു 70, 80, 90% വരെ നമ്മളെ കൂടെ ഉണ്ടാവും. ആ ഒരു ഇത് മാത്രമേ ഈ ഗെയിമിലുള്ളൂ. ഇതിലാദ്യം ഞാൻ നോക്കാറുള്ളത് നമ്മുടെ എതിരാളിക്ക് കളി അറിയാമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഫസ്റ്റ് കരു നീക്കുമ്പോൾ തന്നെ നമുക്ക്, ഫസ്റ്റല്ല രണ്ടാമത്തെ കരു അല്ലെങ്കിൽ ഒരു 2-3 റൗണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോയിൻ മാത്രമാണ് പുള്ളി കളിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ പുള്ളിക്ക് കളിയെക്കുറിച്ച് വലിയ സെറ്റപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ല, ഒരു കോയിൻ ഒരു സേഫ്റ്റി ബോക്സിൽ എത്തിയതിന് ശേഷം പുള്ളി അടുത്ത കോയിനാണ് നീക്കുന്നത് ഉണ്ടാവും. ഇപ്പോൾ പുള്ളിക്ക് കളി അറിയാമെന്നുള്ള പുള്ളിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒരെണ്ണം സേഫ്റ്റിയിൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് റൗണ്ട് ചെയ്ത് അവിടെ എത്തിയാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ളത് പുള്ളി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി പുള്ളിക്ക് കളി അറിയാം. അപ്പം ഈ പുള്ളിയുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ സേഫ്റ്റി നമ്മളും ചെയ്ത് വെച്ചിട്ട് വേണം കളിക്കാൻ. അല്ലാതെ സാധാരണ കിട്ടുന്ന കോയിനൊക്കെ നമ്മൾ ചെറുപ്പറാകുന്ന ഏതെങ്കിലും പിടിച്ചുകൊണ്ട് പോകരുത്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് നോക്കാനുള്ളത് ഇതാണ്. പിന്നെ ഇപ്പം പോയിൻ്റ് എനിക്ക് തന്നെയാണ് അത്യാവശ്യം ലീഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ പോയിൻ്റിൽ കാര്യമില്ല, നമ്മൾ ആ സേഫ്റ്റി ഉണ്ട്. ഞാൻ പറയില്ല, പോയിൻ്റിൽ കാര്യമില്ല. പുള്ളി റെഡി ചെയ്ത് വരികയാണ്. പുള്ളി കളി അറിയുകയും കൂടെ ചെയ്യാം. അപ്പം അതാണ്. എങ്കിലും നമുക്ക് ജയിക്കണമല്ലോ. അങ്ങനെ ആ ഒരു വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗെയിം കളിക്കാവല്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് കളിക്കരുത്. എന്തായാലും നോക്കാം. ഇപ്പം 5 വീഴുന്നു. ഓക്കെ, എനിക്ക് 2 സേഫ്റ്റി വെച്ചിട്ടുണ്ട്. പുള്ളിയും 2 വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എൻ്റെ ഹോമിലും എത്തിയിട്ടുണ്ട്. പുള്ളിക്ക് 47, എനിക്ക് 49. അത് 5 വീഴുന്നു കഴിഞ്ഞാൽ മറ്റേതിൻ്റെ അടുത്ത് അപ്പുറത്തും വെക്കായിരുന്നു. പക്ഷേ 4 വീഴുന്നത്. എങ്കിലും കുഴപ്പമില്ല. 4 ആകുമ്പോൾ അതൊരു സേഫ്റ്റി ബോക്സ് തന്നെ. അപ്പുറത്തൂടെ പുള്ളി കയറി പോകണം. അപ്പുറത്തൂടെ 1, മറ്റേത് കയറ്റി വെക്കാം. അപ്പം 4 പുള്ളിക്ക് വീഴുന്നു. 3 ഉള്ളതാവട്ടെ. പുള്ളിക്ക് 3. പുള്ളി 2 ഹോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണം സേഫ്റ്റിയിലും വെച്ചിട്ടുണ്ട്. നമ്മളും അതുപോലെ തന്നെ ഒരെണ്ണം സേഫ്റ്റിയിലും ഉണ്ട്. ഇപ്പോഴൊരു 6 വീഴുവാണെങ്കിൽ കയറാമായിരുന്നു. 5 കുഴപ്പമില്ല. ശരി, 5 ഇപ്പോൾ പിടിക്കേണ്ട മറ്റേ ബോക്സിൽ നിന്ന് എടുത്ത് മാറ്റണ്ടായിരുന്നു. അത് പുള്ളി അതുവഴി വന്നാൽ ലാസ്റ്റ് അറ്റംപ്റ്റിന് പിടിക്കാൻ വേണ്ടി വെച്ചിരുന്ന കുഴപ്പമില്ല. ഇനി പുള്ളീനെ ഇറക്കാം പുറത്തോട്ട്. പുള്ളീനെ ഇറക്കി എന്നെ വെട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളീനെ ബേക്കേ ഓട്ടിക്കാം. 6 ഏത് പിടിക്കാം? ഒരു സംശയം പേടിയുണ്ട്. എങ്കിലും ഒന്നും കൂടെ രക്ഷപ്പെട്ടു. ഇനിയാണ് സീന്. 2 പണിയെടുക്കാം. പണിയെടുക്കാം. കിട്ടി, അതൊരു ഭാഗ്യമായി. 3 ഒന്നായിരുന്നെങ്കിൽ മറ്റേതിനെ കയറ്റി വെക്കായിരുന്നു. അതൊന്നും എനിക്കായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. കുഴപ്പമില്ല, എസ്കേപ്പ് ആവാം. എസ്കേപ്പ് 3. രക്ഷപ്പെട്ടു. ഇതൊരു വലിയ സേഫ്റ്റി ബോക്സാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് 5 കഴിയുമ്പം പയ്യെ എടുത്താൽ മതി. ചിലപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് മാക്സിമം പുള്ളീൻ്റെ എതിർ ടീമിനെ വെട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിനുള്ള കരുക്കളൊക്കെ നമ്മൾ ആദ്യമേ ഒരു സേഫ്റ്റി ബോക്സിൽ വെച്ചേക്കുക. 1, 2, 3 ഞാൻ വെച്ചിരുന്നത്. അത് കാരണം ഇത് എനിക്ക് വേണ്ടി 2 ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് വെക്കട്ടെ. ഇനിയിപ്പോൾ 1, 2, 3, 4, 5 വീഴുന്നാൽ ഞാൻ 2 ഹോമിലാക്കി കയറ്റും. ഇനി രണ്ടാമത് ഏത് ടീമിൻ്റെ കളി അറിയാമെന്ന് മനസ്സിലാക്കുകയാണെന്ന് ഈ നമുക്ക് പോയിന്റ് ലീഡ് ചെയ്ത് നിൽക്കുമ്പോഴുണ്ടല്ലോ, ആ സമയത്ത് ഏതൊരു ടീമാണെങ്കിലും നമ്മളാണെങ്കിലും ഇത്തിരി സ്ലോ എടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് കളിക്കുക. നമുക്കിപ്പോൾ 106 ഉണ്ട്. ഇപ്പം ഉണ്ടോ, ഇപ്പം 167 ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് കോയിനെ നീക്കിയാൽ മതി.
അപ്പം നമുക്ക് അത്രയും സമയം ഇനിയിപ്പോൾ 3 മിനിറ്റ് 3.5 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ കളിയുടെ ഇത് മാറും. നമുക്ക് പോയിന്റ് വീഴുന്നതനുസരിച്ചാണല്ലോ നമുക്ക് നീക്കാൻ കഴിയുന്നത്. അപ്പോൾ കളിയുടെ ഇത് മാറും. അപ്പം അതുകൊണ്ട് സമയമെടുത്ത് നമ്മളിങ്ങനെ പച്ച തീരാറാവാൻ പയ്യെ പിടിച്ചാൽ മതി. എങ്കിലും പുള്ളി കളിയിൽ നല്ല ഗെയിം കളിക്കുന്ന ഒരു പുള്ളിയാണ്. അതുകൊണ്ടാണ് ആ പുള്ളി ഇത്രയും പോയിന്റ് സ്ലോ ആയിട്ടും കളിച്ച് പിടിക്കാമെന്നൊരു ആത്മവിശ്വാസത്തിൽ കളിക്കുന്നത്. അതാണ് ഗെയിമിൽ നമുക്കും കളിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ സാധാരണ തോക്കാറാവുമ്പം എനിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടോ, നേരോ ജയിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ കളി ഇന്ന് മാറി പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ചെയ്യരുത്. കളിച്ച് തന്നെ നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഗെയിം കളിച്ച് തോക്കുക, അല്ലെങ്കിൽ കളിച്ച് ജയിക്കുക. എന്തായാലും 2 പേർക്കും ജയിക്കാൻ പറ്റത്തില്ല, ഒരാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അത് പുള്ളിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഇപ്പം പുള്ളി ആ ഹോമിൻ്റെ ഒക്കെ എത്താറായി. എനിക്ക് ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം പുള്ളി സേഫ്റ്റി വെച്ചേക്കുന്നത് കൊണ്ട് എനിക്കതുകൊണ്ട് പെട്ടെന്ന് ഓടി വരാൻ കഴിയത്തില്ല. രണ്ടാമത് എനിക്കൊന്ന് വീഴുകയാണെങ്കിൽ ഒരെണ്ണം സേഫ്റ്റി വെക്കാം. മറ്റേതും ഫ്രണ്ടിലിരിക്കുക 4. എന്തായാലും പിടിക്കാം. 5 കഴിഞ്ഞാൽ 8. എനിക്കിനിയിപ്പം ക്രിട്ടിക്കലാണ്. ഞാൻ ഏത് നീക്കാം ആദ്യം. മറ്റേത് എന്നെ കൊണ്ടുപോയത് എന്തായാലും കുറച്ചല്ലേ ഓടിയുള്ളൂ. 8 വേണമെങ്കിൽ 8. 4 3 7. 6 വെക്കായിരുന്നാൽ മതി. ഇത് പിടിക്കാം. ഇതാകുമ്പോൾ ഇനി 6 വീഴുന്നാലും 1 കൂടെ ഇടണം. പക്ഷെ കണ്ടു, പുള്ളി മണ്ടനല്ല. പുള്ളി ഈ കോയിൻ തന്നെയാണ് നമ്മളെ പിടിക്കേണ്ടതെന്ന് അറിയാം. ഈ കോയിന് എൻ്റെ പിടിക്ക് വെട്ടി എടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ ജയിക്കത്തുള്ളൂ. നമ്മൾ ഭയങ്കര ജയവും തോൽവിയും അടുത്തടുത്ത് നിൽക്കുന്ന ഒരു കളിയാണത്. ഇപ്പോൾ വെട്ടിയാൽ ഞാൻ തോറ്റു. വെട്ടിയാൽ തോറ്റു. ഉണ്ട് മറ്റേ 2 പിടിച്ചാൽ മതിയായിരുന്നുണ്ട്. 1 2 എന്നാലും രക്ഷയില്ല. 2 അങ്ങനെ രക്ഷപ്പെട്ടു. ഒരു തോൽവി അടുത്തുകൂടെ പോയായിരുന്നു. അത് വെട്ടിയിരുന്നെങ്കിൽ തോറ്റു. കാരണം പുള്ളി 5 തൊട്ടടുത്ത് തന്നെയുണ്ട്. ജയിക്കുന്നവർക്ക് 125 അപ്പോൾ പുള്ളി വിടത്തില്ലല്ലോ. നമ്മളും ജയിക്കാനല്ലേ നോക്കൂ. 263. ഇനി വിജയം നമ്മുടെ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. പുള്ളി ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ഒരു ആത്മവിശ്വാസം വന്നു. കളിയിൽ ആത്മവിശ്വാസം ഇല്ല, പക്ഷെ പുള്ളിയെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ടീം പുള്ളി അവസാനം വരെയും നല്ല പോരാടി തന്നെയാണ് കളിച്ചത്. അതാണ് പുള്ളി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അപ്പം നമ്മൾ കാശൊന്നും മുടക്കാതെ ഇതിൽ നിന്ന് ഇതേപോലെ കാശ് എടുക്കാം. അത് പക്ഷെ കളിക്കാനറിയണം. നമ്മൾ വെറുതെ ആസുപ്പി ഈ കളിക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ ചടിക്കറി കളിക്കാമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ സുപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ലക്ഷം പ്ലെയർ ഇപ്പോൾ ഓൺ ടൈമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിൽ കാണിക്കും. അപ്പം അത്രയിലും ഒരു 70% അത്യാവശ്യം കളിക്കാൻ അറിയാവുന്നവരായിരിക്കും കളിക്കുന്നത്. നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ കയറി കളിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാശ് വെച്ചിട്ടാണെങ്കിൽ കൂടിയും, പിന്നെ വേറെ കാര്യം, നല്ല കാശ് വെച്ച് കളിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് കളിയുടെ ഒരു ഐഡിയ മനസ്സിലാവും. മനസ്സിലായില്ല. ഒന്ന് നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കുക. 2 എതിർ ടീമിനെ ലോക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതുണ്ടോ, ഇപ്പം തന്നെ ഈ പൈസ എനിക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. പക്ഷേ ഞാൻ ഇത് വെച്ച് അടുത്ത് 2 കളി കളിച്ച് കുറച്ചുകൂടെ എമൗണ്ട് ആക്കിയിട്ടേ വിഡ്രോ ചെയ്യത്തുള്ളൂ. മനസ്സിലായി. പക്ഷേ ഇനി ഇപ്പം തന്നെ ഉടനെ കളിച്ചേക്കരുത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ബാക്ക് ഇറങ്ങുക. എന്നിട്ട് അടുത്ത ഗെയിം ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടേ കളിക്കാവൂ. ഇല്ലെങ്കിൽ പണി കിട്ടും. ഓർമ്മിച്ചോ.